നിത്യദയം ദയയാ ദയയാ നിത്യദയയാ നിന്നത് കൃപയാ കൃപയാ ദൈവകൃപയാ നിത്യദയം ദയയാ ദയയാ നിത്യദയയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ ലിസി ടീച്ചറില്ലേ, ലിസി ജസ്റ്ററിൻ്റെ ഒരു ടീച്ചറാണെങ്കിൽ അവരുടെ ലൈഫ് ദുരന്ത ജീവിതമാണ്. അവിടെ ഒരു മകൻ മരിച്ചുപോയി. അടുത്ത മകൻ പട്ടാളത്തിലാണ്. അവന് ഈ ചെറുകുടൻ്റെ വലിയ കുടൻ്റെ ഉള്ളിലേക്ക് ചെറിയ കുടൽ കയറിയിട്ട് വയറ് ബ്ലോക്കായി വീർത്ത് അത് കീറാൻ പോവുകയാണ്. എന്നിട്ട് മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ടിരിക്കുക. മൂക്കിലൂടെ ട്യൂബൊക്കെ ഇട്ട് ഓക്സിജനും ഭക്ഷണമൊക്കെ വായുടെ മൂക്കിലെ ട്യൂബ് വഴി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവനും മരിച്ചു പോകുന്നുള്ളത് ഏറെക്കുറെ ടീച്ചറിന് മനസ്സിലായി. അപ്പോൾ ടീച്ചർ ഒരു തുറുപ്പിട്ട് വെട്ടി പ്രാർത്ഥനയ്ക്ക്. എന്താ കാരണം? അവർ ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞ്, കർത്താവേ, ഉടമ്പടി ഈ മകനെ നീ തിരിച്ച് വിളിക്കുകയാണോ? അതാണ് ആ ചോദ്യം. ഈ മകനെ നീ തിരിച്ച് വിളിക്കുകയാണോ? അതാണോ നിൻ്റെ ദൈവഹിതം? എനിക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ സൽപ്രവർത്തികളെ നീ ഓർക്കണമെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയെ, കാര്യം ഇവർ വൃത്തിയായിട്ട് സൽപ്രവർത്തി ചെയ്യുന്ന ആളാണ്. ഉടമ്പടി പറയുന്ന കാര്യങ്ങളെ വൃത്തി മെനവായിട്ട് ചെയ്യുന്ന ആളാണ്. അതിൻ്റെ രോഗികളെ ശുശ്രൂഷിക്കും, പണമില്ലാത്തവർക്ക് പണം കൊടുക്കും, ഉള്ളതുപോലെ കൊടുക്കും, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കും, ആശുപത്രി സന്ദർശിക്കും, ഉള്ള സമയത്ത് ഉള്ള പോലെ എല്ലാ കാര്യങ്ങളും. അപ്പോഴേ അതാണ് ആസ്തി എന്ന് ഞാൻ പറയണത്. ലിസി ടീച്ചറിന് എന്തൊക്കെ പറഞ്ഞാലും വിടുംബത്തിൽ സങ്കടമാണെങ്കിലും നല്ല ദൈവദർശന് നല്ല ആസ്തിയുണ്ട്. അപ്പോൾ ഉടനെ ടീച്ചർ പറഞ്ഞ്, ഇതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞാലും കിട്ടാൻ പാടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ടീച്ചർ എന്താ ദൈവത്തോട് പറയണത്? എൻ്റെ സൽപ്രവൃത്തി നീ ഓർക്കണമേ. അതാണ് അതിൻ്റെ മർമ്മമെന്ന് പറയണത്. ഇപ്പോൾ ഒരു കതിന പൊട്ടിക്കണമെങ്കിൽ അതിൻ്റെ കുറിഞ്ഞി ഉണ്ടാകുമല്ലോ, അല്ലേ? കതിന ഇടിച്ച് നിറച്ചിട്ട് നിങ്ങൾ കഥ കണ്ടിട്ടില്ലേ? കഥ കണ്ടിട്ടുണ്ടോ? രക്ഷപ്പെട്ട് അതിന് ആ മരുന്നിരിക്കുന്ന സ്ഥലമാണ്. അവിടെ കൊണ്ട് തീ കൊടുക്കണം. അതിൽ വല്ലോടത്തും കൊടുത്താൽ കതിന പൊട്ടത്തില്ല. അതിൻ്റെ മർമ്മം കുറിഞ്ഞു. അതാണ് മരുന്നിരിക്കണ ആ ദോരം. അവിടെ കൊണ്ട് നമ്മൾ ആ മരുന്ന് നമുക്ക് കത്തിയിട്ട് പൊട്ടണം. ഉടമ്പടിയുടെ മർമ്മം എന്ന് പറഞ്ഞ സൽപ്രവൃത്തിയാണ്. ലിസി ടീച്ചർ അവിടെ കൊണ്ട് കത്തിച്ച സംഭവം എന്താണ്? എനിക്ക് വേറെ ഒരു യോഗ്യത ഒന്നുമില്ല. നിൻ്റെ നാമത്തിൽ ഞാൻ വെയിലും കൊണ്ടും മഴയും കൊണ്ട് കർത്താവിനെ അറിയാത്തവർ ഞാൻ അറിയിച്ചിട്ടുണ്ട്, കണ്ടവരോടെല്ലാം ഞാൻ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന്. എൻ്റെ അമ്മേ, എല്ലാ പരിപാടിയും കഴിഞ്ഞ് അവനും ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നുവെച്ചാൽ ആൾ സുഖപ്പെട്ടേ ഈ ഒരൊറ്റ സംഭവത്തിൽ. ഇതാണ് ആസ്തി എന്ന് പറയണത്. നിങ്ങൾ എന്താ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിരിക്കണത്, പല ആൾക്കാരും ഭയങ്കര അകലെ നിന്ന് വണ്ടിയും പിടിച്ച് കാറും പിടിച്ചൊക്കെ വരും. കാറിൽ പകുതി ഉറങ്ങും, പകുതി വന്ന് ഉടമ്പടി തിയേറ്ററിൽ ഉടമ്പടി ക്ലാസ്സിലിരുന്ന് ഉറങ്ങും. അവസാനം പോകാതെ നേരത്ത് നമ്പർ കൊടുക്കും, ചിലർ കൊടുക്കത്തില്ല. നോൺ ക്രിസ്ത്യൻസ് എല്ലാം വൃത്തിയും മെനയുമായിട്ട് നമ്പരും കൊടുക്കും, പറയണ എല്ലാം കൃത്യമായിട്ട് അവർ ചെയ്യുകയും ചെയ്യും. അതാണ് അവർ ഇടിവെട്ട് സാക്ഷി അവരുടെ ആകണതിൻ്റെ കാരണം. അതാണ് മറ്റേ ആൾക്കാരത് ഉടായ്പ പാർട്ടിയാണ്. അവർക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച്. നന്മ പറഞ്ഞ പറയും, അതൊക്കെ കുറേ ചൊല്ലിട്ടുള്ള ഇന്നസെൻറ്റിൻ്റെ ലോട്ടറി ടിക്കറ്റ് പോലെ പരിശുദ്ധം പറയും, അത് ചൊല്ലിട്ടാണ് പറയും. ഇങ്ങനെ ഇതെല്ലാം ചെയ്തിട്ടുള്ള ചിലരാണെന്ന് ഇവരൊന്നും ചെയ്യത്തില്ല. അതെന്ത് എന്താ പറഞ്ഞത്? ഇവരുടെ ഈ ഉടമ്പടി എന്ന് പറയണത് ഇങ്ങനെ ഈ എൻഡോസൽഫാൻ വീണ മരം പോലെ ഇരിക്കും. ഇങ്ങനെ കരിഞ്ഞുണങ്ങിയിരിക്കും. കരിഞ്ഞുണങ്ങി ഉടമ്പടി കുറേ ആൾക്കാർക്കുണ്ട്. അവർ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നതിനേക്കാളും അവിടെ സ്ഥിതി ഇപ്പം മോശമായി. ഉടമ്പടി എടുക്കുന്ന മുമ്പ് ഇവർ കുറച്ചെങ്കിലും ദൈവതിരുസന്നിധിയിൽ വില ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർ പ്രഖ്യാപിത ഫ്രോഡായല്ല. ഉടമ്പടി എടുത്തിട്ട് ഉഴപ്പിക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ റിപ്പോർട്ടർ എന്താ പറയണത്? പ്രഖ്യാപിത ഫ്രോഡ്. വെച്ച് കഴിഞ്ഞാൽ പണ്ട് നിങ്ങൾ ഫ്രോഡായിരുന്നു, പക്ഷേ നിങ്ങൾ തിരിച്ചറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എന്താ? ഉടമ്പടി എടുത്ത് സൽപ്രവർത്തനം ചെയ്യാതെ, പരിശുദ്ധ പ്രവർത്തനം ചെയ്യാതെ, വീട്ടിൽ വരുന്നവർക്ക് ഇങ്ങനെ പട്ടിക്കെട്ട് കൊടുക്കണ പോലെയും കോഴിക്കെട്ട് കൊടുക്കണ പോലെയും വല്ല മരുന്ന ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊടുത്ത് ദൈവത്തെ പറ്റിച്ച അവസാനം നിങ്ങൾ ഫ്രോഡായി, പ്രഖ്യാപിത ഫ്രോഡായി. പക്ഷേ നിങ്ങൾക്ക് ഈ ഉടമ്പടിയിൽ എന്താ ചെയ്യേണ്ടത്? ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ പോലും ഇപ്പം ചിലരൊക്കെ എഴുതി പറയുകയും ഒരു സാക്ഷ്യം വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. എന്താണ്? അത് കേട്ടിട്ട് അപ്പം തന്നെ ഞാൻ ഷെയർ ചെയ്യും.
അടുത്തത് വരാൻ വേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കും. ഇതിനിടയ്ക്ക് ഉടമ്പടി ധ്യാനത്തിലൂടെ ദൈവം അവരെ ഹെൽപ്പ് ചെയ്യും. ഒരു നട്ടം തിരിഞ്ഞിരിക്കുകയാണ്, പുകഞ്ഞിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഉടനെ ഉടമ്പടി ധ്യാനം വെച്ച് മാതാവ് ഉടമ്പടി ധ്യാനത്തിലൂടെ അവരോട് സംസാരിക്കും. അപ്പോൾ അവർക്ക് ഉറപ്പ് കിട്ടും, ഇതാണല്ലേ പരിപാടി, എന്നിങ്ങനെ ചെയ്യാം എന്ന് പറയും. എന്നുവെച്ചാൽ ദൈവം ഒരിക്കലും നമ്മുടെ അകലെയല്ല. ദൈവത്തെ അടുത്ത് കിട്ടണമെന്ന് ആഗ്രഹിക്കണവനെ ദൈവം അടുത്തുണ്ട്. ദൈവത്തെ അടുത്ത് കിട്ടുന്ന എന്താ പ്രശ്നം? ഞാനിപ്പോൾ നിങ്ങളെ ഇപ്പോൾ ആരൊക്കെ ഉണ്ടാലും ഞാൻ ഉപദേശിക്കും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കന്യാസ്ത്രീ മഠത്തിൽ പോകാനിടയായി. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സിസ്റ്റർ സിക്കായിട്ട് ആശുപത്രി വീട്ടിൽ പോയപ്പോൾ ഞാൻ അവരെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ കുറേ കന്യാസ്ത്രീമാരുണ്ടായിരുന്നു. അവിടെ കുറേ ആസ്പിരൻസ് നൊവീഷ്യനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആസ്പിരൻസിനെയും നൊവീഷ്യനെയും കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം അവർ സമർപ്പണത്തിലേക്ക് വരികയല്ലേ. അപ്പോൾ അവർക്ക് ഒരു ഉപദേശം കൊടുത്താൽ അവർ നിലനിൽക്കുമെന്നത്. അപ്പോൾ ഞാൻ അവരെ അരമണിക്കൂർ സിസ്റ്റേഴ്സിന് അവിടെ ചെന്നപ്പോൾ തന്നെ ഉപദേശിച്ച് എല്ലാവരെയും സഭയെക്കുറിച്ചും ഈശോയെക്കുറിച്ചും വചനത്തെക്കുറിച്ചും 10 ആളെ കിട്ടിയ അപ്പം സംസാരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്? ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടതാണ്. എനിക്ക് ദൈവം എന്താണ്, നിത്യത എന്താണ്, ഈ ജോലിയുടെ ഗുണമെന്ത്, ഈ ശുശ്രൂഷയുടെ മെച്ചമെന്താണെന്നൊക്കെ എനിക്ക് നല്ലവണ്ണം അറിയാം. നിങ്ങളെ കണ്ടാൽ ഒരു അച്ഛൻ ദീസിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ ഓർക്കുക, അയാളുടെ ലോഹയ്ക്ക് വെറുതെ ഒരു 800 രൂപയുടെ വിലയുള്ള ആ അച്ഛന് എന്താ കാര്യം? ക്രിസ്തു അയാളിലില്ല. അയാൾ പറയണത് വേറെ പല കാര്യമായിരിക്കും നിങ്ങളോട്. നമ്മുടെ കുടുംബം വിസിറ്റ് ചെയ്യാൻ വന്നാൽ പോലും അച്ഛൻ ക്രിസ്തുവിനോട് ഉപദേശിക്കാത്ത അച്ഛന്മാരുണ്ട്. അവർ വല്ല സാമ്പത്തിക വിഷയവും പരിയൊക്കെ പറഞ്ഞിട്ട് പൈസ എഴുതിക്കൊണ്ട് പോകും. അപ്പം നിങ്ങൾ തിരിച്ച് പറയണം, ഇതിങ്ങനെയല്ല അച്ഛാ ചെയ്യേണ്ടത്. എന്നിട്ട് നിങ്ങൾ ആ കുടുംബത്തിൻ്റെ വിഷയത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവർക്ക് കുറേ ആൾക്കാർക്കെങ്കിലും റിലേ പോയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയ അങ്ങനെ കുറേ ആൾക്കാർക്കെങ്കിലും ബോധ്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉപദേശിക്കാൻ പറ്റത്തില്ല നമുക്ക് ആൾക്കാരാണ്. ബോധ്യം നഷ്ടപ്പെട്ടതാണ് സഭയിൽ ഉപദേശം കുറഞ്ഞത്. സഭയിൽ ഉപദേശം കുറഞ്ഞത് കൊണ്ടാണ് ജനങ്ങളെ വഴിപിഴച്ച് പോയത്. ഉപദേശം എന്ന് പറഞ്ഞാൽ വരവാണ്. നമ്മൾക്ക് വരത്തോടുകൂടി ഉപദേശിച്ചാൽ എത്ര പൈശാചിക അവസ്ഥ കിടന്നവനായാലും ശരി, അവൻ നമ്മളെ അനുസരിക്കും. എന്താ കാര്യം? നമുക്കതിനുണ്ട്, കർത്താവ് നമുക്കതിൻ്റെ ഉപദേശ വരവുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് അച്ഛന്മാർക്ക് കന്യാസിമാർക്കും ഉള്ള സംഭവമല്ല, എല്ലാവർക്കും ഉപദേശിച്ചാണ്. നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞോ, നിങ്ങൾ ആ നിമിഷം മുതൽ ഉപദേശിയാണ്. ക്രിസ്തുവിനെ അറിഞ്ഞോ, ആ നിമിഷം മുതൽ നിങ്ങൾ ഉപദേശിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. ഒരു മനുഷ്യന് അനുഭവം കിട്ടിയിട്ട് ആ മനുഷ്യൻ ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നുകൊണ്ട് കൃപാസനത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് ബസ്സിലേ. അപ്പോഴത്തെ അത്ര ആന്തരികമായ അനുഭവമായി. അപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്നുകൊണ്ട് കൃപാസനത്തെക്കുറിച്ചും മാതാവിനെക്കുറിച്ചും ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ദൈവത്തിൻ്റെ ഇടപെടലിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു നോൺ ക്രിസ്ത്യനായിട്ടുള്ള ഒരാൾ രൂക്ഷമായിട്ട് ഇയാളെ നോക്കും. ഇയാൾ ഓർക്കും ഇയാൾ വന്ന് എൻ്റെ കണ്ണക്കുരുട്ട് അടിക്കുമായിരിക്കും എന്ന് തോന്നും. അപ്പോൾ ഇയാൾ അടുത്തടുത്ത് വരികയാണ്. അയാൾ അടുത്തടുത്ത് വരും. ഇപ്പം അടിക്കുമെന്ന് പറയുമ്പോൾ അയാൾ അടുത്ത് വന്ന് ചോദിച്ചു, ഒരു കൃപാസനം 10,000 രൂപ വാങ്ങി. അതാണ് സംഭവം. അതെന്താണ്? ആ ഉപദേശമാണ്. അയാൾ സ്ഥലം നോക്കാതെ ഉപദേശിക്കുകയാണ്. ദൈവത്തിന് നിങ്ങൾ ഓർക്കുന്നത് നിങ്ങൾ ഓർക്കണത് നിങ്ങളുടെ മകളുടെ IELTS, നിങ്ങളുടെ മകളുടെ PR, നിങ്ങളുടെ പശുവിൻ്റെ പ്രസവം, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നാണമില്ല എനിക്ക് ജീവിതകാലം മുഴുവൻ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കാൻ. മര്യാദക്ക് ദൈവത്തിന് ജോലി ചെയ്യാൻ നോക്ക്. അപ്പം ദൈവം ആരാണ് നിങ്ങൾ അറിയും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രവർത്തനങ്ങൾ സ്നേഹത്തോടെ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തിനാ ഈ സാക്ഷ്യം എന്തിനാണ് ഇങ്ങനെ ഇടക്കിടക്ക് ഇപ്പോൾ ഒന്നിൽ കൂടെ സാക്ഷ്യങ്ങൾ വിശദീകരിക്കണമെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം ഈ കേസ് സ്റ്റഡിയാണ് സാക്ഷ്യം. ഉടമ്പടിയുടെ കേസ് സ്റ്റഡിയാണ്. ഉടമ്പടി എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യണത്, ഉടമ്പടി എങ്ങനെയാണ് വർക്ക് ഔട്ട് ചെയ്യണത്, അതിൻ്റെ നോ ഹൗ ആണ് ഈ പറയണത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇതൊരു ഉടമ്പടിയെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ സമീപിച്ച് ടെക്നിക്കലായിട്ടാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ബിബ്ലിക്കൽ ടെക്നോളജിയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ബൈബിൾ എന്താണ് അനുഗ്രഹത്തിൻ്റെ ടെക്നോളജി, അതാണ് ഉടമ്പടിയിൽ ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഓരോ ആൾക്കാർ ഉപയോഗിച്ചിട്ടിട്ട് അവർക്ക് കിട്ടിയ റിസൾട്ടാണ് നമ്മൾ അനലൈസ് ചെയ്യണത്. നമ്മളുടെ ആൾക്കാർ ഇപ്പം നമ്മൾ സാക്ഷ്യങ്ങൾ അച്ഛൻ വിശദീകരിച്ച് എന്ന് പറയുമ്പോൾ ഒരു ഉടമ്പടി റിസൾട്ട് അനലൈസ് ചെയ്യണം എന്ന് വെച്ചാൽ അതേ സിറ്റുവേഷനാണ് നീയെങ്കിൽ നിനക്ക് സെയിം ഇഫക്റ്റോ റിസൾട്ട് കിട്ടാൻ ഇതേ ഫോർമുല നീ ആക്ടിവേറ്റ് ചെയ്താൽ മതി. ഇപ്പം എന്താ ഇവരുടെ പ്രശ്നം, ധന്യയുടെ പ്രശ്നം എന്താണ്? ധന്യ എന്താ പറഞ്ഞത്? ഞാൻ വർഷങ്ങളായിട്ട് എനിക്ക് ഡിപ്രഷനുള്ള ആളാണ്, പേടിയുണ്ട് എല്ലാത്തിനോട്. അപ്പം ഞാൻ എന്താ ചെയ്തത്? ഞാൻ ജപമാലയും ബൈബിളും എൻ്റെ തലയ്ക്ക് ഭാഗത്ത് വെക്കും. ജപമാലയും ബൈബിളും തലയ്ക്ക് ഭാഗത്ത് വെക്കുന്നവരെ കൈപൊക്കിക്കേ. മരിക്കുമ്പോഴാണോ? ജീവിച്ചിരിക്കുമ്പോൾ ഉറപ്പായി, സന്തോഷം. നേരാണോ കൈപൊക്കിയത്? വെറുതെ ആണോ? ഇപ്പോൾ ബൈബിള് ചെറുതാണെങ്കിലും ഒന്ന് തലയ്ക്ക് ഭാഗത്ത് തന്നെ അല്ല, കൂടെ കൊണ്ട് നടക്കണം, നല്ലതായിരിക്കും. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൈബിൾ ചുമന്നുകൊണ്ട് നടക്കണ ആളാണെന്ന് ദൈവത്തിന് തോന്നിയാൽ ദൈവം ബൈബിളിലൂടെ സംസാരിക്കാനുള്ള അഭിഷേകം നമുക്ക് തരും. ദൈവം വ്യത്യസ്തമായ രീതി ദൈവത്തിന് എല്ലാ മീഡിയ ഉപയോഗിക്കാൻ പറ്റും, എല്ലാ മീഡിയ ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അതിൽ ഏറ്റവും ലളിതമായിട്ട് ഉപയോഗിക്കുന്ന ദൈവം ഉപയോഗിച്ച് കാണുന്നത് ബൈബിളാണ്. ബൈബിൾ ഇങ്ങോട്ട് കൊടുന്നു കഴിഞ്ഞാൽ ഇപ്പം നിനക്കൊരു പ്രശ്നം ഉണ്ടായി, നീ ഒരു വിശ്വാസപ്രമാണം ചൊല്ലി ബൈബിൾ ഓപ്പൺ ചെയ്യുമ്പോൾ കർത്താവ് നിന്നോട് അതിലൂടെ സംസാരിക്കും. ഇനി സംസാരിക്കണ വിഷയം നിനക്ക് മനസ്സിലായില്ലെങ്കിലും കർത്താവിന് മനസ്സിലായി കാണും എല്ലാ വിഷയം. അപ്പോൾ നിന്നെ എംപവർ ചെയ്യും. കാര്യം ആ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ആവശ്യമായ എനർജി നിന്നിലേക്ക് തരും. എന്നിട്ട് നീ മുന്നോട്ട് പോകാൻ പറയും, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം നീ ഒരു സ്വർഗസ്ഥനായ നന്മ നിറഞ്ഞൂറും ചൊല്ലി പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ആ ഒരു സിറ്റുവേഷൻസ് ആംബിയൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നീ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം. എൻ്റെ മക്കളെ, ഈശോ എന്താ പറഞ്ഞത്? നിരന്തരം പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത വ്യക്തമാക്കാൻ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ കാലമായത് കാരണം 10 പൈസക്ക് പഠിപ്പുണ്ടെങ്കിൽ പിന്നെ താൻ ആൾ വലിയ ജമണ്ടനാണെന്ന് നാട്ടുകാർ അറിയിക്കാൻ വേണ്ടി ഈ പന്നി ഉടനെ ദൈവത്തെ നിഷേധിക്കും, അല്ലെങ്കിൽ സഭയെ നിഷേധിക്കും. എന്തിനാണെന്നറിയാവോ? മറ്റ് സഭക്കാരുടെയോ അല്ലെങ്കിൽ മറ്റ് മതക്കാരുടെയോ കയ്യടിയും ലൈക്കും കിട്ടാൻ വേണ്ടിയാണ്. എന്തൊരു പ്രലോഭനമാണെന്ന് നോക്കിയേ. അല്ല, ഈ സോഷ്യൽ മീഡിയ കാലത്ത് പുതിയ പാപികൾ വരുന്നു എന്നല്ല, പാപികളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ദൈവം ഒരു അവസരം തന്നിരിക്കുന്നു. കൈയിട്ടിട്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇങ്ങനെ പിശാച് ചില അഭ്യസ്ത വിദ്യരെ ഈ പൊതുസമൂഹത്തിൻ്റെ ലൈക്കിനും സബ്സ്ക്രിപ്ഷനും വേണ്ടി ദൈവത്തെയും അവർ പണയം വെച്ചുകൊണ്ട് സ്വയം പ്രഖ്യാപിത നിരീശ്വരവാദികളായിട്ടൊക്കെ സമൂഹത്തിലുണ്ടാകും. അപ്പം നമ്മളോർക്കും ഇത് ശരിയല്ലേ എന്ന് ചോദിക്കും. അവന് അത് പറയാൻ യാതൊരു റൈറ്റുമില്ല. എന്താ കാര്യം? അവൻ പ്രാർത്ഥിച്ചിട്ടില്ല. പ്രാർത്ഥിക്കാത്തതിന് പഞ്ചസാര എന്ന് ഇപ്പം അല്ലെങ്കിൽ ശർക്കര എന്ന് നമ്മൾ വെള്ള പേപ്പർ എഴുതി വെച്ചിട്ട് നക്കി നോക്കിയാൽ മധുരം ഉണ്ടാവുക? ഇല്ല. അതാണ് സംഭവം. ശർക്കര തിന്നണം അല്ലേ?
ഇപ്പം മധുരം അതിൻ്റെ മധുരം എന്താണെന്നൊക്കെ വ്യത്യാസം. ശർക്കരയുടെയും പഞ്ചസാരയുടെയും മധുരം വ്യത്യസ്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് രണ്ടും രുചിച്ച് നോക്കണം. അല്ല പത്രത്തിൽ എഴുതി വെച്ചിട്ട് നക്കിയിട്ട് കാര്യമില്ല. വല്ലയിടത്തെ പുസ്തകത്തിൻ്റെ വായിച്ച് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇതെല്ലാം നേരിട്ട് പ്രാർത്ഥിച്ച് അനുഭവിക്കേണ്ട വിഷയങ്ങളാണ്. പ്രാർത്ഥിച്ച് അനുഭവിച്ചാണ് ദൈവത്തെ അനുഭവിക്കണം എന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവപൈതലെ ഉടമ്പടിയെപ്പോലെ ദൈവം വേറെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയിലൂടെ തൊട്ടറിയുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അഭിഷേകിച്ചു. നീ ചെയ്ത നന്മകൾ ഒരായിരം നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ ഒരായിരം ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്റെ അല്ലയോ എന്നെ നടത്തിയത്. ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഡിപ്രഷനാണെങ്കിലും ഭയമാണെങ്കിലും ഉത്കണ്ഠയാണെങ്കിലും പ്രാർത്ഥിക്കാനല്ലെങ്കിൽ ഒരു ഉറപ്പിന് തലയ്ക്ക് ഭാഗത്ത് വെച്ചതാണ് ഇവരുടെ ആസ്തി എന്ന് പറയുന്നത്. മക്കളെ, എന്തെങ്കിലും ആസ്തി ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. ഇവർക്ക് ഡിപ്രഷനാണ്, ഇവർക്ക് ഭയമാണ്, ഉത്കണ്ഠയാണ്. പക്ഷെ അത് പ്രാർത്ഥിക്കാനല്ലെങ്കിലും മാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റിയ, പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ദിവ്യ വസ്തുവാണ്. അതെൻ്റെ കൂടെ ഇരുന്ന അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അവർ വിശ്വസിച്ച് അത് വെക്കുകയാണ്. അവരെത്രയോ വർഷങ്ങളാണത് വെക്കണത്. പക്ഷേ ഇപ്പം അവരുടെ ജീവിതത്തിൽ, ഈ ധന്യയുടെ ജീവിതത്തിൽ വല്ലാത്ത ഒരു പ്രതിസന്ധി വന്ന്. എന്താ പ്രശ്നം വെച്ചാൽ അവൾക്ക് സ്വതവേ ഡിപ്രഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവൾ കെട്ടിച്ച് വിട്ട വീട്ടിൽ കുറേ പ്രോബ്ലം ആയിപ്പോയി. വലിയ പ്രശ്നമായി. വലിയ പ്രശ്നം വെച്ചാൽ അവൾ അവിടെ ഒറ്റപ്പെട്ട പോലെ അവിടെ തോന്നി. കെട്ടിച്ച് വിട്ട വീട്ടിൽ എപ്പോഴും നമ്മൾ ഓർക്കണം, നമ്മൾ ഒറ്റപ്പെടുന്നുള്ള ഉറപ്പാണ്. നാത്തുമാരും അമ്മയൊക്കെ ഒരു കൈയായിരിക്കും എപ്പോഴും. കാര്യം അവർ അമ്മയും മക്കളും അല്ലേ വർഷങ്ങളായിട്ട്. നിങ്ങളിപ്പോൾ പുതുതായിട്ട് ചെന്ന് ചേർന്ന ആൾക്കാരല്ലേ, നിങ്ങൾ ഇന്നലെ ചെന്ന് ചേർന്ന ആൾക്കാരല്ലേ. പിന്നെ നിങ്ങൾക്കാണെങ്കിൽ ഈ ഭർത്താവിൻ്റെ അടുത്താണെങ്കിൽ ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകപ്പെട്ടുള്ള ആസ്തി നിങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഷെയർ ഉണ്ടെങ്കിലേ ഉള്ളൂ. അതൊക്കെ ലോക്കറിൽ വെച്ച് അപ്പത്തിന് അവർ പൂട്ടും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതേ നിങ്ങളുടെ ആസ്തിയുള്ളൂ. നിങ്ങളെ ഒരു 10 കൊല്ലം 15 കൊല്ലം വെയിറ്റ് ചെയ്യണം. ഞാൻ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടില്ലേ. എനിക്ക് കെട്ടിച്ചു വിട്ട ആൾക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ അവിടെ ഓടുന്ന വേണ്ട അകത്ത് കിടന്ന് ഓടരുത്. മറിച്ച് ഒരു 15 കൊല്ലം നിങ്ങളുടെ കയ്യിൽ ജീവിതം കിട്ടണതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. അതുവരെ നിങ്ങൾക്ക് ജീവിതമില്ല ഇവിടെ. നിങ്ങൾ ന്യൂട്രലായിട്ട് നിൽക്കണം. നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ 2 പ്രസവമൊക്കെ കഴിഞ്ഞ് 2 കുഞ്ഞുങ്ങളൊക്കെ ദൃഢമായി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫഷൻ ശ്രദ്ധിക്കണം. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അല്ല അമ്മയമ്മ അങ്ങനെ പറഞ്ഞ് അമ്മയമ്മ അതുകൊണ്ട് കുശിച്ചിട്ട് എന്നെ ഒഴിവാക്കി, എന്നെ പുറത്താക്കി, ഭർത്താവ് വന്നപ്പോൾ അവരുടെ കൂടെ കൂടി തീർച്ചയായിട്ടും ഭർത്താവ് അത് അവർ ആങ്ങളെയും മക്കളും അല്ലേ, അവരമ്മയും മക്കളും അല്ലേ, അതുങ്ങൾ ഒരു രക്തമാണ്. അത് മനസ്സിലാക്കാനുള്ള ബോധം ഈ കഴുതകൾക്കില്ല പലതിനും. അപ്പോൾ തന്നെ അവിടെ കയറി വെളിച്ചപ്പാടാകും. വെയിറ്റ് ചെയ്യണം. നമ്മുടെ ലൈഫ് നമ്മുടെ കൈ വരുന്നവരെ, നമ്മുടെ സ്വന്തം കാലം നിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യണം. മുത്തവരാണെങ്കിൽ എപ്പോഴായാലും നമ്മൾ മാറി താമസിക്കേണ്ടി വരും നിങ്ങൾ ഓർത്തേക്കണം. എപ്പോഴായാലും നമ്മൾ മാറി താമസിക്കേണ്ടി വരും എന്ന് നിങ്ങൾ ഓർക്കണം. സ്വാഭാവികമായിട്ടും അതെല്ലാം സ്വാഭാവികമായ കാര്യങ്ങളാണ് എന്നും പറഞ്ഞ് ഇപ്പം തന്നെ മാറി താമസിച്ച് നിങ്ങൾ എന്ത് കാണിക്കാനാ? ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ മാറി താമസിക്കാൻ പറഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് മനസ്സിലാകും നിങ്ങൾ ആ അമ്മനെയോ അപ്പനെയോ സഹോദരങ്ങളെയോ നിങ്ങൾ അംഗീകരിക്കണില്ല. നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒന്ന് പ്രസവിക്കാൻ പോയച്ചും തിരിച്ചു വന്നിട്ട് അവൾ വരണില്ല. അവളെന്താ പറയണത്? മാറി താമസിച്ചാൽ വരത്തുള്ളതെന്നാണ് പറയണത്. നിങ്ങൾ പെട്ടെന്ന് മാറി താമസിക്കത്തില്ല എന്ന കാര്യം ഈ വിഷയം എന്താ വെച്ചാൽ 2 പെങ്ങന്മാർ പറഞ്ഞു വിടാനുണ്ട്. ഒരമ്മയുണ്ട്, മൂത്തനെ കെട്ടി തന്നെ കാശിന് കടം തീർന്നിട്ടില്ല. പല ബാധ്യത നിങ്ങളുടെ ഭർത്താവിനുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അത് ഏത് പൊട്ടിക്കാളിക്കും മനസ്സിലാകും ഇവിടെ നടക്കത്തില്ലെന്ന്. പക്ഷെ അവൾക്ക് അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ അവൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒന്ന് പ്രസവിച്ച് കാണിക്കണം, അത്രേ ഉള്ളൂ. എന്നിട്ട് അവനെ പറ്റിക്കണം. അത് അവൾ അമ്മയും കൂടി തീരുമാനിച്ചിരിക്കുന്ന വിഷയമാണ്. നാട്ടുകാരുടെ മുമ്പിൽ പെറ്റതാണെന്ന് വെച്ചാൽ പെറ്റതാണ്, കെട്ടിയതാണെന്ന് കെട്ടിയതാണ്, കുഴപ്പമില്ല. അങ്ങനെ എത്ര പെണ്ണുങ്ങൾ വീട്ടിൽ വന്ന് പ്രസവിച്ചിട്ടുണ്ടെന്ന് അറിയാമോ?
വീട്ടിൽ വന്ന് പ്രസവിച്ചിരിക്കുകയാണ്. ഇനി അവനെ വെച്ച് കഴിഞ്ഞാൽ അവനോട് മൂക്ക് കൊണ്ട് ഉണ്ടാക്കി വരപ്പിച്ചിട്ട് മാത്രമേ അതിനുള്ളിൽ ഇവരൊരു വിഷയം ഇവിടെ ഒരു ജീവിതത്തിലാകും. നിങ്ങൾ ഉടമ്പടി എടുക്കണ കൊള്ളാം, പക്ഷേ ഉടായ്പ ഉണ്ടാക്കരുത് ജീവിതത്തിൽ. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ അടുത്താണ് ഉടമ്പടി എടുക്കുന്നത്. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടണം. അപ്പോൾ ചിലപ്പോൾ അവിശ്വാസമായ സാഹചര്യം നിങ്ങളെന്താ പറയണത്? ഞാനിവിടെ അവിടെ എൻ്റെ അച്ഛ ഒന്നും പറയണ്ട, അവിടെ പ്രാർത്ഥനയും ഇല്ല, പള്ളിയുമില്ല, പട്ടക്കാരനും ഇല്ല. ഞാൻ അപ്പം നീ ആരും അത്ഭുത നടത്തിയാ? അല്ല, എന്താ എന്നുവെച്ചാൽ ഇവിടെ പറയണാണേ, അവരുടെ വാ പൊളിക്കണത് ഇവിടെ കഞ്ഞി കുടിക്കാനും ഭർത്താവിനെ ഇവിടെ കുറ്റം പറയാനും വേണ്ടി മാത്രമായിരിക്കും. എന്താ പ്രശ്നത്തിൽ? അതായത് അവരെ കുറ്റം പറയുന്നവർ മരണം വരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ ജന്മന കുറ്റവാളികളായതുകൊണ്ടാണ് അവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കണത്. അത് അവരെ തന്നെ മനസ്സിലാക്കിയിട്ട് വേണം ഉടമ്പടി ഇൻവെസ്റ്റ് ചെയ്യാൻ. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കുരായിരം നന്ദി യേശുവേ നന്ദി യേശുവേ നീ ചെയ്ത നന്മകൾ കുരായിരം ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല നിന്ദയല്ലയോ എന്നെ നടത്തിയത് ശക്തിയാലല്ല കൈയുടെ ബലത്താലല്ല അപ്പോൾ ചില ചേട്ടത്തിമാരൊക്കെ ഒന്നിച്ചും കൊണ്ട് ഭർത്താവിൻ്റെ ഫോട്ടോ എൻ്റെ അടുത്ത് തരും. ഞാൻ പറഞ്ഞു എന്താ പരിപാടി? ഇയാൾ വേറെ പെണ്ണുങ്ങളുടെ കൂടെ നച്ചാന്ന് പറയും. ഞാൻ അപ്പോൾ നിങ്ങൾ കണ്ടായിരുന്നാ? ഞാൻ കണ്ടില്ല, ആൾക്കാർ പറയാണ്ടെന്ന്. അപ്പോൾ ഭർത്താവിൻ്റെ ഫോട്ടോയും പിടിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വയസ്സ് എത്ര ഉണ്ട്? വയസ്സ് 56. ആർക്ക്? അപ്പോൾ ഇവർക്ക് 56 വയസ്സുണ്ട്. അപ്പോൾ ഭർത്താവിന് എത്ര വയസ്സുണ്ടാവും? 60 വയസ്സെങ്കിലും ഉണ്ടാവും. ഞാൻ പറഞ്ഞു 60 വയസ്സുള്ള എവിടെയെങ്കിലും പോട്ടെ കേൾക്കുന്നത്. അതായത് ഈ വിഷയം സിമ്പിളായിട്ട് എടുക്കണില്ല. ഇത് ഞാനങ്ങനെ ഓർക്കണം എന്താ വെച്ചാൽ ഇവർക്ക് ബേസിക്കായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, ഒരു അവിശ്വാസിയായ ഭർത്താവ് ആര് മുഖേന വിശുദ്ധീകരിക്കപ്പെടേണ്ടത്? ഭാര്യ മുഖേന. ഇത് ആദ്യം ഇവർ വിശുദ്ധിയോടെ ജീവിച്ചും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വിശുദ്ധിയോടെ ജീവിച്ചും ആണ് ഈ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടത്. കാര്യം ചില ആൾക്കാർക്ക് ഭയങ്കര ചാബല്യമാണ്, ശാരീരിക ചാബല്യം ഭയങ്കരമാണ്. വേറെ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഉപദ്രവമൊന്നുമില്ല. അപ്പോൾ നിങ്ങളോർക്കും ഭയങ്കര പാർട്ടിയാണെന്ന് വിചാരിക്കും. ഒരു പാർട്ടിയല്ല അയാളൊരു ഭീരുവാണ്. അത് നിങ്ങൾക്ക് അതിൻ്റെ ബോധമില്ലാത്തത് കൊണ്ടാണ് ഇവർ എല്ലാം തീർന്നെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ വിട്ടെന്ന്. നിങ്ങളൊന്നും വിട്ടിട്ടില്ല, ആ പാർട്ടിക്ക് അങ്ങനെ ചാബല്യമുണ്ട്. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ഇത് അമ്മയെ കളത്തിലിറക്കണം. അമ്മ ഇത് ഞാൻ പിടിച്ച് നിങ്ങൾക്ക് പറ്റുമോ അയാൾ പോണവട്ടെല്ലാം പോകാൻ? ഇല്ല, പറ്റത്തില്ല. അയാളുടെ നമ്പരും വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്പർ മൊബൈലോട് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എടാ, അയാൾക്ക് വേറെ മൊബൈൽ, വീട്ടിൽ നിന്ന് നടക്കുമ്പോൾ മൊബൈൽ വേറെ ഉണ്ടാവും അയാൾക്ക്. എങ്ങനെ അറിയാൻ പറ്റും? ഇങ്ങനെയുള്ള ഇരുട്ട് കൊണ്ടൊന്നും ഊട്ടടക്കാമെന്ന് പറ്റത്തില്ല. മറിച്ച് മര്യാദക്ക് കർത്താവെ എന്തെങ്കിലും വഴിപ്പിശക് എൻ്റെ ഭർത്താവിനുണ്ടെങ്കിലെന്ന് പറയുമ്പോഴേ നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ ഒരു പ്രാർത്ഥന വെക്കുമ്പോൾ ആദ്യം പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ടാകണം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥന എവിടെയാണ് ചെയ്യേണ്ടതെന്ന് പറയും. നിങ്ങളിപ്പോൾ ഇപ്പോൾ അവിശ്വാസിയായ ഹസ്ബൻഡാണ്, അയാളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് നിങ്ങൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. അപ്പോഴേ ആ പ്രാർത്ഥന എവിടെ വെക്കണത്? നിങ്ങൾ പറയണം അയാൾ ഞാനുമായിട്ട് മാത്രമേ ബന്ധം പാടുള്ളൂ. ദാറ്റ്സ് ഓക്കെ, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയാണ്. നിങ്ങൾ അത് വെച്ച് ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ വേണം കർത്താവേ ആ മനുഷ്യൻ പാപിയായിട്ട് ജീവിക്കരുത്, അയാളുടെ വിശുദ്ധി സൂക്ഷിപ്പുകാരത്തി ഞാനാണ്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറയണത്. അപ്പോൾ വിഷയം മാറും. എന്താ കാര്യം? ദൈവത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിലാണ് നിൻ്റെ കുടുംബ പ്രശ്നങ്ങൾ നീ അവതരിപ്പിച്ചിരിക്കുന്നത്. പൊട്ടിക്കാളി നേരത്തെ ചെയ്തിരിക്കണത് എന്താണ്? അവൾക്ക് മാത്രം ഗുണമുണ്ടാകുന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. അത് താമസിക്കും. എല്ലാ ഉടമ്പടി വിഷയങ്ങളിലും ഇതുകൊണ്ട് ദൈവത്തിന് എന്താണ് മെച്ചമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഇടിമുഴക്കം പോലെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നന്ദി യേശുവേ. സന്തോഷത്തോടെ നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കുറായുള്ളൂ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നീ ചെയ്ത നന്മകൾ കുറായുള്ളൂ. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അയലയോ എന്നെ നടത്തിയത്. ശക്തിയാലല്ല, കൈയുടെ ബലത്താലല്ല, നിന്റെ അയലയോ എന്നെ നടത്തിയത്. നിന്നത് കൃപയാ, കൃപയാ, ദൈവകൃപയാ, നിത്യവും ദയയാ, ദയയാ, നിത്യദയയാ. നിന്നത് കൃപയാ, കൃപയാ, ദൈവകൃപയാ, നിത്യവും ദയയാ, ദയയാ, നിത്യദയയാ. ഈ ഉപദേശങ്ങൾ കേൾക്കുമ്പോഴുണ്ടാകുന്ന ഗുണം എന്താ അറിയാവോ? ഉപദേശം കേട്ട് കഴിഞ്ഞാൽ ജീർണത കുറയും നമുക്ക്. നിങ്ങൾ ഉപദേശം കേൾക്കുമ്പോഴും നിങ്ങൾ ഉപദേശിക്കുമ്പോൾ ഉപദേശത്തിൻ്റെ ഗുണം അതാണ്, ജീർണത കുറയും ജീവിതത്തിൽ. ഇപ്പം അതിന് ഉദാഹരണത്തിന് നമുക്ക് സങ്കീർത്തനം എടുത്തേ. സങ്കീർത്തനം 16:7 മുതൽ. എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. പറഞ്ഞേ, എനിക്ക് ഉപദേശം നൽകുന്ന കർത്താവിനെ ഞാൻ വാഴ്ത്തുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം നിറയുന്നു. രാത്രിയിലും എന്റെ അന്തരംഗത്തില് പ്രബോധനം നിറയുന്ന കർത്താവ് എപ്പോഴും എന്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. അതിനാൽ എന്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. എന്റെ ശരീരം സുരക്ഷിതമായി വിശ്രമിക്കുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അപ്പൊ ജീർണത കുറയും ജീവിതത്തിൽ. കുടുംബജീവിതത്തിലായാലും ശരി, ഇപ്പൊ ഒരു ഭർത്താവ് അവിശ്വസ്തത കാണിക്കുമ്പോൾ കുടുംബജീവിത ജീർണതയല്ലേ. അപ്പം മകൻ കഞ്ചാവിന് ഒക്കെ അടിപ്പെട്ട് കഴിയുമ്പോഴും മകൾ വേറെ വല്ല രഹസ്യ ബന്ധങ്ങളെ തുടങ്ങുമ്പോൾ കുടുംബം ജീർണിക്കുകയല്ലേ. അപ്പോൾ ജീർണത കുറയാനുള്ള ഏറ്റവും നല്ല മാർഗം ഉപദേശങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം. ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും വചനങ്ങൾ കേൾക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങൾ വ്യക്തിപരമായ ജീർണതയും കുടുംബപരമായ ജീർണതയും കുറഞ്ഞിരിക്കും.